ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം കിട്ടും. അനുഗ്രഹമോ? ആ, എന്തനുഗ്രഹം? ഒരു സ്വാമി വരുന്നുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കിട്ടിയോ? എനിക്ക് അനുഗ്രഹം കിട്ടി, 8ന്റെ പണിയും കിട്ടി. അതെന്താന്ന് വെച്ചാലേ, ഞങ്ങളുടെ വീട്ടിൽ പൈസക്ക് ഇച്ചിരി കുറവുണ്ടായിരുന്നേ. എന്റെ ഭർത്താവിനാണെങ്കിൽ ഇതൊന്നും വിശ്വാസമില്ലായിരുന്നു. ഞാനാണെങ്കിൽ എന്റെ ഭർത്താവിനെ വലിച്ചു കെട്ടി ഈ സ്വാമിയുടെ മുന്നിൽ കൊണ്ടുവച്ച്. അപ്പൊ ഈ സ്വാമി ഒരു യന്ത്രം ഭർത്താവിന് കെട്ടിക്കൊടുത്ത്. ഇപ്പൊ അതിന്റെ പെടാപ്പാടില്ല ഞാന്. എന്തു പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പം ചാകര പോലെ പെണ്ണുങ്ങൾ ഈ പുള്ളിക്കാരന്റെ പുറകിന് നടക്കുന്നത്. ആ, സ്വാമി ഒരു യന്ത്രം കൊടുത്ത ധനാകർഷണ യന്ത്രം എന്നാ പറഞ്ഞത്. പക്ഷെ പെണ്ണുങ്ങളോ പുറകിന് മൊത്തം യന്ത്രം മാറിപ്പോയി. എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഇന്ന് സ്വാമി ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിട്ട്. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. യന്ത്രമാണെങ്കിൽ കേക്ക് കൊടുത്താ നല്ലായിരുന്നു. എനിക്ക് കിട്ടിയ നല്ലായിരുന്നു. ആണോ? സ്വാമി വരട്ടെ, ചോദിക്കാം നമുക്ക്. ലേഡീസിനെ ആകർഷിക്കാൻ വേണ്ടിയല്ലേ? ആ, എന്നിട്ട് മാമി ഭയങ്കര ജാടയാണല്ലോ. ആര് പറഞ്ഞു? ഇത് ജാടല്ല മോനെ, ജഡയാ. ജഡ ജഡ ജഡേ ഇരിക്കൊന്ന് പിടിച്ചോ. എടേ പോയി. എന്താ സ്വാമിയുടെ പേര്? എന്റെ പേര് സ്റ്റീഫൻ ദേവസ്യ. സ്റ്റീഫൻ ദേവസ്യ. അത് ക്രിസ്ത്യൻ പേരല്ലേ? അല്ലല്ലോ, ദേവസ്യ. കണ്ടോ, ഒരു മന്ത്രത്തിന്റെ ബാക്കി പത്രമായിട്ട് തോന്നണല്ലേ സാറിന്? സ്റ്റീഫനോ? സ്റ്റീഫൻ അങ്ങനെ ഒന്നുമില്ല. സത്യം പറഞ്ഞ എന്റെ പേരേ, എന്റെ ഒറിജിനൽ പേര് ബിജു വള്ളിക്കെട്ട് എന്നായിരുന്നു. വള്ളിക്കെട്ട് ബിജു. എന്റെ പഞ്ചായത്തിൽ എന്ത് വള്ളിക്കെട്ട് നടന്നാലും എന്റെ തലയേക്കടെ ഈ സാധനം പോവുള്ളൂ. അപ്പൊ ഞാൻ ഈ വള്ളിക്കെട്ട് ബിജു തിരുവടികൾ എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശക്കേടായിട്ട് വരില്ല. ഇത് നമ്മൾ ഒരു ബാനറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മോശക്കേട് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റീഫൻ ദേവസ്യ. ഉണ്ടോ, അപ്പൊ തന്നെ ഒരു സംഭവം വരുന്നില്ലേ? അതങ്ങട് സ്വാമി, ഞാനിവിടെ വിഷമിച്ചിരിക്കുന്ന സ്വാമി കാണുന്നുണ്ടോ? സ്വാമി, എന്നെ മോളെ പ്രശ്നം, എന്നെ പ്രശ്നം എന്നെ മോളെ. ഞാൻ വന്നപ്പോ തന്നെ മോക്കടെ മുഖത്തൊരു വിഷാദം ഞാൻ കണ്ടായിരുന്നു. എന്നെ പ്രശ്നം സ്വാമി എന്ത് യന്ത്രം എന്റെ ഭർത്താവിന് കൊടുത്തത്? എന്തിയാ മൈലേജ് ഇല്ലേ? എന്തോ സ്വാമി പറയുന്നേ? സ്വാമി, ആ യന്ത്രം അങ്ങോട്ട് കെട്ടിയതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ധനം ഒന്നും അല്ല വരുന്നത്, കുറെ പെണ്ണുങ്ങൾ കയറി വരുന്നുണ്ട്. ആ, അത് കെട്ടിയതിന് ശേഷം പെണ്ണുങ്ങൾ കയറി വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, മോളെ എന്ത് യന്ത്രത്തിന് വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നത്? ഭർത്താവും മോളും തമ്മിൽ ധനാകർഷണ യന്ത്രം. ദൈവമേ, ധനം ആകർഷണ യന്ത്രമായിട്ടാണ് വന്നേ? ആ, അയ്യോ, ഞാൻ ഈ സ്ത്രീകൾ ആകർഷിക്കുന്ന ഒരു യന്ത്രമില്ലേ, അതാ കെട്ടി തന്ന. സംഭവം മാറിപ്പോയി. അയ്യോ, കേട്ടോ, രണ്ട് യന്ത്രം ഒന്നിച്ച് വന്നപ്പോ ഉണ്ടായ ഒരു പ്രശ്നം അത്. അയ്യോ, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്യാം, പേടിക്കാനൊന്നുമില്ല. പുള്ളിയുടെ മനസ്സോടെ, പുള്ളി സമ്മതത്തോടെ പുള്ളി ഇതങ്ങ് അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ആളിപ്പോ എവിടെയുണ്ട്? പുള്ളി വരുന്നുണ്ട്. ആണോ? അതെ, എന്റെ കൂടെ വന്ന ലേഡീസ് ഒക്കെ അവിടെ നിന്നോ, ഞാനൊന്ന് പോയിട്ട് വരാം. എന്നിട്ട് നമുക്ക് പാർക്കിലോ ബീച്ചിലോ സിനിമക്കോ എവിടെ വേണേലും പോവാം. ഇപ്പൊ അവിടെ വെയിറ്റ് കണ്ടോ? ഞാൻ കണ്ടില്ല. അവൻ അവിടെ നിന്ന് പറയുമല്ലായിരുന്നു. എനിക്ക് കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. വരാൻ പറഞ്ഞത് നമുക്ക് അബദ്ധം പറ്റിപ്പോതാ ചേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഈ സ്വാമി തരണ്ട യന്ത്രമല്ല നമുക്ക് തന്നത്. യന്ത്രം മാറിപ്പോയിയാ? അല്ല ഭക്ത, മാറിപ്പോയി. ഈ നമ്മൾ ഈ യന്ത്രം ചേട്ടൻ മനസ്സോടെ അടിച്ചു മാറ്റുവാണെങ്കിൽ ഈ പെണ്ണുങ്ങളൊക്കെ അങ്ങ് പൊയ്ക്കോളൂ. അപ്പൊ ഈ പെണ്ണുങ്ങളെ ആകർഷിക്കാനുള്ള യന്ത്രമാണ് ഞാനത് ഒരാൾക്ക് മാറിപ്പോയി കഴിഞ്ഞു. അല്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാനിപ്പോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തോരം പെണ്ണുങ്ങളെ എന്റെ പുറകെ, ഞാനത് ഊരൂല. അയ്യോ, കേട്ടോ, വേറെ സംഭവമുണ്ട്. നമുക്ക് ധനനഷ്ടം സംഭവിക്കും ഇതിനകത്ത്. ഇത് ധനം ഉള്ളവർ കെട്ടിയ കഴിഞ്ഞാലാണ് പ്രശ്നമല്ല. കാരണം അവർക്ക് ധനം വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് മോന് കിട്ടിയിരിക്കുന്ന ഈ യന്ത്രം മോൻ കെട്ടിക്കഴിഞ്ഞാൽ ധനം ഉള്ളത് പോകും. അല്ല, എനിക്ക് ധനം വേണ്ട, ലേഡീസ് മതി. ലേഡീസ് എന്റെ പുറകെ ഒന്നും മാറാതെ മതി. മോന്തക്കത്തെ പാട് കണ്ടോ? ആരാണ് ആണുങ്ങൾ തല്ലിയതാ? ഇതെന്നെ പറ്റിയതാ മോന്തയിൽ ഇങ്ങനെ പാട്? അല്ല, തല്ലിയതൊന്നുമല്ല, ഇത് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. നമ്മൾ ഈ കോൺട്രാക്ട് വർക്ക് ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണേ. സ്ത്രീകളുടെയോ? അല്ലല്ല, ഈ പണിയുടെ കൺസ്ട്രക്ഷൻ വർക്ക്. അത് പറയണം, ജനങ്ങൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ ഞാനെന്റെ ഒരു പണി സൈറ്റിൽ ചെന്നിട്ട് നമുക്കൊരു സഹായ പണിക്കാരനുണ്ട്. ഞാൻ അവനെ വിളിച്ച് പുഷ്കരോ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് നിന്ന് ബംഗാളി എന്നെ പിടിച്ചൊരു ഒറ്റത്തള്ളു. ഞാനവിടെ മുഖം അടിച്ച് താഴ്ത്തു വീട്. ഞാൻ എഴുന്നേറ്റ് ചോദിച്ചു, നീ എന്തിനാണ്, നമ്മൾ തമ്മിൽ ഒരു വൈരാഗ്യം ഇല്ലെന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഹിന്ദിയിൽ പുഷ്കരോ എന്ന് പറഞ്ഞാൽ തള്ളി താഴെ ഇടാനാണെന്ന്. നമുക്കറിയാമോ, അങ്ങനെ പറ്റിയൊരു അബദ്ധമാണ്. അല്ലാണ്ട് ഒരു സ്ത്രീകളുടെ ഭർത്താവും എന്നെ തൊട്ടിട്ടില്ല. തൊടാ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, ഞാൻ നിന്ന് കൊടുത്തിട്ടില്ല. ശരിക്കും ഇവരുടെ എന്താ പ്രശ്നം? ഞാനിപ്പോ ഇതിന്റെ ജ്ഞാനദൃഷ്ടിയിൽ നോക്കിയപ്പോ കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ നാള് തമ്മിൽ ചേർച്ചയില്ല. അതാണ് ഇവരുടെ ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടാവുക. ആര് പറഞ്ഞു? ഞങ്ങളുടെ നാളൊക്കെ നാൾപ്പൊരുത്തൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളുടെ കല്യാണം. ഈ പുള്ളിക്കാരത്തിന് നാള് ഭരണി, അതെ, പുള്ളിയുടെ നാള് അത്തം. ഈ ഭരണിക്കകത്ത് അത്തോടാൻ പറ്റുമോ? അച്ചാറിടാനല്ലേ പറ്റുള്ളൂ. അതാണ് പറഞ്ഞേ, നാള് തമ്മിൽ പ്രശ്നമുണ്ട്.
ഈ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് കുജൻ കേതുവിൽ വന്ന് വെറുതെ മുട്ടുന്നത്. ആ, സ്വാമി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? അയ്യോ, ആ വേറെ കാര്യം ചോദിക്കും. ഈ കളഞ്ഞു പോയ സാധനങ്ങളൊക്കെ സ്വാമി മറ്റേ വെറ്റിലയിലെ മഷിയൊക്കെ ഇട്ടിട്ട് കണ്ടുപിടിക്കുമല്ലോ. അതാണല്ലോ എന്റെ സ്ഥിരം പരിപാടി. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു കലയാണ്. അത് ബ്ലഡിൽ കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ചേട്ടാ എന്റെ ഡയമണ്ട് മൂക്കുത്തി കളഞ്ഞു പോയില്ലേ? ഞാൻ സ്വാമിയോട് ചോദിക്കട്ടെ? നിനക്ക് വേറെ പണി. സ്വാമി എന്റെ ഒരു ഡയമണ്ട് മൂക്കുത്തി കളഞ്ഞു പോയി സ്വാമി. ഒന്ന് ആ വെറ്റിലയിൽ ഒന്ന് മഷി തൂത്തിട്ട് ഒന്നും ഞാൻ നടത്തിയിരിക്കും. കാരണം ഈ വെറ്റില ഇങ്ങെടുത്തിട്ട് മേളിലേക്ക് ഇങ്ങനെ കൃഷ്ണനെ നോക്കുമ്പോൾ വെള്ളം മാത്രമേ കാണുള്ളൂ. അങ്ങനെ നിന്ന് ധ്യാനിച്ചിട്ട് ശേഷം ഇച്ചിരി മഷി അങ്ങ് തേച്ചു ഇങ്ങനെ നോക്കി കഴിഞ്ഞാണല്ലോ നിങ്ങളുടെ മൂക്കുത്തി കൊണ്ടുപോയവൻ ഇതിനകത്ത് കാണും. ഒന്ന് നോക്കിയേ. അല്ല വെറ്റില എടുത്തിട്ടില്ലേ? വെറ്റില എടുത്തിട്ടില്ല. ആ വെറ്റില വാങ്ങാൻ മറന്നു പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ വർത്താനം പറഞ്ഞത്. അല്ല വെറ്റില ഞാൻ കടയിൽ നിന്ന് വെറ്റില മേടിച്ചായിരുന്നേ. എന്നിട്ട് പിന്നെ അവിടെ പോയി സിറ്റിയിൽ വന്നു വെറ്റില മേടിച്ചു. ഷോപ്പിൽ കയറി ഷോപ്പിൽ കയറി ശേഷം കലങ്ങരയിലെ ശാന്തയുടെ വീട്ടിലൊന്ന് കയറി. പിന്നെ ഒന്നും തീരുമാനിക്കാനില്ല. കല്ലട ശാന്തയുടെ വീട്ടിലുണ്ട്. അവിടെ മുറുക്കിക്കോളൂ. ഞാൻ പറഞ്ഞില്ല വെറ്റില ദിവസം കറക്റ്റാണെന്ന്. ശാന്തയുടെ വീട്ടിലുണ്ട് വെറ്റില. അപ്പൊ ശാന്ത മുറുക്കിക്കോളൂ. ഇനി അതിനോർത്ത് ടെൻഷൻ അടിക്കണ്ട അല്ലേ? അപ്പൊ എന്റെ മൂക്കുത്തിയോ? എടി ആ മൂക്കുത്തിയൊക്കെ കൊണ്ട് ഞാൻ പണയം വെച്ചിട്ടില്ല. രമണിക്ക് പട്ട് സാരി മേടിച്ചു രമണിക്ക് പട്ടുസാരി മേടിച്ചു കൊടുത്തത് ഞാൻ കണ്ടോ? അവനല്ലേ മേടിച്ചു കൊടുത്തത്, നമ്മളെ കാണിച്ചവൻ. എനിക്ക് വയ്യ. എന്തൊരു ചതിയാ ചേട്ടാ നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ. രമണിയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഉദ്ദേശിച്ചിട്ട് അവൻ ചെയ്യണതല്ല. ഇവൻ അറിഞ്ഞോണ്ട് ഒന്നും ചെയ്യണതല്ല. അത് ഇവന്റെ സൗന്ദര്യം കണ്ടോണ്ടല്ലേ പെണ്ണുങ്ങളൊക്കെ വരുന്നത്. എന്റെ കയ്യിൽ ഞാൻ കൊടുത്തേക്കണ ഏലസ് ഉണ്ടല്ലോ, ആ ഏലസ് ഇവന്റെ അര കെട്ടിയത് കൊണ്ടിട്ട് അതിന്റെ പവർ കൊണ്ടാണ് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആകർഷിച്ച് കയറി തുള്ളി കയറി വരും. സംഭവം സത്യം ഉണ്ടാ. വേണമെങ്കിൽ ഒരു ആകർഷണ യന്ത്രം മേടിച്ച് അരയെ കെട്ടിക്കോ എല്ലാവരും. സ്ത്രീകൾ പറയുന്നത് മാറില്ല. ഞാൻ അനുഭവസ്ഥനാണ്. ഇത് കഴിയട്ടെ. നിങ്ങളുടെ പ്രശ്നം കഴിയട്ടെ എന്നിട്ട് കേട്ടോ. എന്റെ പൊന്നു ഭായി, ഇതൊക്കെ ലോകത്താരും മേടിച്ച് കിട്ടുമോ? ചുമ്മാ തട്ടിപ്പ്. ലോകത്ത് ആരെങ്കിലും മേടിച്ച് കെട്ടുവോ? സ്വാമി തട്ടിപ്പാണെന്നാ പറഞ്ഞത്. തട്ടിപ്പോ തട്ടിപ്പാണെങ്കിൽ പിന്നെ ഞാൻ ഈ കള്ളത്തീറ്റ നടക്കേണ്ട അല്ല, ഞാൻ ഈ സത്യസന്ധമായിട്ട് തീറ്റ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് സത്യസന്ധമായ കാര്യമാണ്. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് സത്യമാണ്. ഈ വെറ്റില നോട്ടം എന്ന് പറയുന്നത് സത്യമാണ്. നിങ്ങൾക്ക് സംശയമാണ്. ഇപ്പം ഞാനൊരു സാധനം ചെയ്ത് കാണിച്ചേട്ടെ. ആ പെങ്കൊച്ചും അവനും തമ്മിലൊരു ബന്ധമില്ലല്ലോ. ആങ്കർ പെങ്കൊച്ച് ഇല്ല. ബന്ധമില്ലല്ലോ. ഇല്ല. ഇവന്റെ അരയിൽ ഞാൻ ഈ യന്ത്രം കെട്ടിയിട്ടുണ്ടല്ലോ. ഇവന്റെ കൂടെ ഈ പെങ്കൊച്ച് ഇപ്പൊ ഡാൻസ് കളിച്ച് വശീകരിച്ചു വന്ന് ഡാൻസ് കളിക്കണേ ഞാൻ കാണിച്ചായിരുന്നു. പിന്നെ നമ്മൾ ജ്യോതിഷം എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും കാലം നമ്മൾ ഈ കാര്യം നടന്നത് നമ്മൾ ഇച്ചിരി എന്ന് പറയുന്നത് ഹിന്ദുവല്ല, ശോഭന. അവനെ സംഭവം വെച്ച് കഴിഞ്ഞാല് നീ ഉണ്ടല്ലോ, അത് അവർക്ക് തെളിയിച്ചു കൊടുക്കണം. അത് എന്റെയും കൂടെ ആവശ്യമാണത്. നീ അപ്പൊ ഒരു കാര്യം ചെയ്യണം. നീ ആ ആങ്കർ പെങ്കുച്ചന്റെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കാൻ വരാമോ എന്നൊന്ന് ചോദിക്കണം. അവളൊന്നും പറയുന്നില്ല. എടാ അതല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ യന്ത്രത്തിന്റെ പവറാണ്. നീ അങ്ങ് ചെന്നാൽ മതി, അവള് സമ്മതിക്കും. അവള് മതി മറന്ന് നിന്റെ കൂടെ ഡാൻസ് കളിച്ചിരിക്കും. ചോദിച്ചോ പ്രതാപത്തിന്റെ മോന്തം വെച്ചവൻ. അതെ, മറ്റൊന്നും വിചാരിക്കരുത്. ഒരു ഡാൻസ് കളിക്കാൻ എന്റെ കൂടെ വരുമോ? കണ്ടോ നിങ്ങള്? അപ്പൊ ഇത് സത്യമാണോ മിഥ്യയാണോ? സ്വാമി സ്വാമിനെ സമ്മതിക്കണം. സ്വാമി എവിടെ പാട്ട്? അതെന്താ നിങ്ങൾ കാണിച്ചേ? കൈക്കാർ പിടിക്കുന്ന ആള് അല്ല സ്വാമി, സ്വാമിയുടെ യന്ത്രം മേടിച്ചിട്ടിട്ട് അടി മേടിച്ചു കൂട്ടണല്ലോ. അത് ഇവന് നേക്കില്ല. ഇവന് ആക്രാന്തം മാത്രമേ. ഇവന് നേക്കില്ല. അവന് നേക്കുണ്ടെങ്കിൽ മാത്രമേ ഈ ഭാഗം പരിപാടിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇത് യന്ത്രത്തിന്റെ പവറാണ്. യന്ത്രത്തിന്റെ പവറും അവന്റെ പവറും കൂടെ കൂടുമ്പോഴാണ് സംഭവം സക്സസ് ആവുന്നത്. അതെ, എനിക്കിങ്ങനെ തല്ലുകൊള്ളാൻ വയ്യട്ടാ. നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതെ സ്വാമി, എനിക്ക് ഇനി പണവും വേണ്ട ഒന്നും വേണ്ട. എനിക്ക് എന്റെ ഭർത്താവിനെ മാത്രം മതി. മോളെ ഇതിന്റെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൊടുത്തേക്കണ സാധനം ഉണ്ടോ, ഞാൻ കടുപ്പപ്പെട്ട സാധനം അരയെ കെട്ടി കിടക്കണം. ഇതിപ്പോ 2 ദിവസം കഴിയുമ്പം ഇവൻ സ്വമനസാല ഇതങ്ങ് അഴിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീരും. ഈ പ്രശ്നം തീർന്നാലും വേറെ 2 ദിവസം കൂടെ ഇതിന്റെ എഫക്ട് വയ്ക്കും. ഞാൻ പറഞ്ഞല്ലോ കടുപ്പപ്പെട്ട സാധനം ചെയ്ത് കൊടുത്തേക്കണം. പേടിക്കേണ്ട കേസില്ല. അപ്പൊ കഴിയുമ്പോ ഇവൻ പെണ്ണുങ്ങള് ഇവന്റെ അടുത്തങ്ങ് വിരക്തിയോടെ മാറി പോകാൻ തുടങ്ങും. അപ്പൊ നീ പറയണ എന്താണെന്നറിയാമോ? പെമ്പിള്ളേരോട് പറയണം. പെമ്പിള്ളേർ നിന്റെ അടുത്തേക്ക് വരുമ്പോ പറഞ്ഞു, ദേ എന്റെ തൊലിവെളുപ്പ് കണ്ടിട്ടൊന്നും അല്ല നിങ്ങൾ എന്റെ അടുത്ത് തന്നെ. ഈ ഒരു സ്വാമി, പുള്ളി ഭയങ്കര പ്രശസ്തനും പേര് കേട്ടവനും കഴിവുള്ളവനുമായ ഒരു സ്വാമി അത് കയറ്റി പറഞ്ഞോണം. ആ സ്വാമിയുടെ അര കിടക്കണ ഏലസ് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ കഴിവല്ല എന്നാ പെണ്ണുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിയുമ്പോൾ പെണ്ണുങ്ങൾ പൊക്കോളും. എന്റെ സ്വാമി
ഇതൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് ഞാൻ എല്ലാ പെണ്ണുങ്ങളോടും പറഞ്ഞു. പറഞ്ഞില്ലേ? കുറെ പേര് പിരിഞ്ഞു പോയി. പക്ഷെ ഒരു പെണ്ണ് മാത്രം പോകുന്നില്ല. അവൾ എന്റെ പിന്നാലെ കൂടിയേക്കാണ്. അവള് പോകൂലെന്നാ പറയണത്. പോകില്ലെന്നാണോ പറഞ്ഞത്? പോകില്ലെന്നാ പറയണത്. ദേ ഇപ്പോഴും എന്റെ കൂടെ വന്നാൽ അവിടെ നിൽപ്പുണ്ട് അവള്. കൊടി കെട്ടിയ ബാധയെ നമ്മൾ അഴിപ്പിച്ച് വിട്ടിരിക്കും. അത് വേറെ കാര്യം. നമ്മള് അവളെ വിളിക്കേ അവളെ വിളിച്ചാ ഇപ്പൊ ഒഴിവാക്കി തരുമോ? അവളെ വിളിച്ചാൽ ഞാൻ ഈ സംഭവം ഒഴിവാക്കി തരും. വിളിക്ക് ചേട്ടാ, വിളിക്ക്, വേഗം വിളിക്ക്. അതെ വന്നേ. പെട്ടെന്ന് ഒഴിവാക്കണം സ്വാമി. വാ സ്വാമി, ആള് വന്നിട്ടുണ്ട്. ആ ചേട്ടാ, ഊട്ടിക്ക് പോവാം. പോവാ കയ്യെന്ന് വിട്. പോവാ. ഉള്ളും നെല്ലും ഉള്ളും വരും വന്നിട്ടുണ്ടോ? ഇങ്ങോട്ട് തിങ്ങി. ആള് വന്ന്. വനജേ, നീയോ? ഈ പെണ്ണുമ്പോളുടെ സ്വാമി അറിയോ? പിന്നെ എന്റെ പെണ്ണുമ്പിള്ളേനെ എനിക്കറിയാൻ പാടില്ലേ? ഞങ്ങൾ ഊട്ടിക്ക് പോവാൻ പോവാ. ഊട്ടിക്കോ? വാ പോവാം. സത്യസന്ധമായി നീ ഇത് കേൾക്കണം. ഇവന്റെ തൊളിവെളുപ്പും കണ്ടിട്ടല്ല നീ വന്നേക്കണത്. എന്റെ കയ്യിൽ കിടക്കുന്ന ഒരു യന്ത്രമുണ്ട്, ഇവന്റെ അരയിൽ കെട്ടി വെച്ചേക്കാം. ആ യന്ത്രത്തിന്റെ പവർ ശക്തി കൊണ്ടാണ് നീ ഇങ്ങോട്ട് വരുന്നത്. 2 ദിവസം കഴിഞ്ഞ് ഈ പവർ കുറയും. നിന്നെ ഇവൻ തിരിച്ചറിയുമല്ലോ. ആണോ? ആ, അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ വരാം. വാ ഏട്ടാ, ഊട്ടിക്ക് പോവാം. എടി, ഞാനും ഊട്ടിക്ക് പോയിട്ട് വരാം. ഉദ്ഘാടനെ. സ്വാമി, 2 ദിവസം കഴിഞ്ഞാണല്ലോ. ഡേ, സ്വാമി ഇതേ കണ്ട, സ്വാമിയുടെ ഭാര്യ എന്നെ ചതിച്ചത് കണ്ട. ഓഹോ, എന്റെ ഭാര്യ നിന്നെ ചതിച്ചല്ലേ? അതുപോലെ നിന്റെ ഭർത്താവിനെ നീയും ചതിക്കണം. സ്വാമി എന്തേ പറഞ്ഞു വരുന്നത്? എന്റെ ഭാര്യ നിന്നെ ചതിച്ചില്ലേ? ആ. അതുപോലെ നിന്റെ ഭർത്താവിനെ നീയും ചതിക്കണം. എന്ന് വെച്ചാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നായിട്ട് വരാം. 2 ദിവസം കഴിയുമ്പോൾ പവർ വരുമ്പോ ഇല്ല. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. അപ്പൊ സ്വാമി മറ്റുള്ള സ്വാമിമാരുടെ പേരുദോഷം കേൾപ്പിക്കാൻ